മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗങ്ങൾക്ക് പേര് കേട്ടയാളാണ് ബി.ജെ.പി. എംപിയും തെലുങ്ക് നടിയുമായ നവനീത് കൗർ റാണ. തീപ്പൊരി പ്രഭാഷക കൂടിയാണ് നവനീത്. എന്നാൽ എത്ര തീപ്പൊരിയാണെങ്കിലും കള്ളം പറഞ്ഞ് കത്തിക്കയറുമ്പോൾ ആൾക്കൂട്ടം ലൈവായി തിരിച്ചടിച്ചാൽ എങ്ങനെയുണ്ടാകും? അതാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സംഭവിച്ചത്. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ആം ആദ്മി സർക്കാരിനെതിരെ കള്ളങ്ങളുമായി കത്തിക്കയറുകയായിരുന്നു നവനീത് റാണ. വേദിയാണെങ്കിൽ ബി.ജെ.പിയുടേതും. മുന്നിൽ തടിച്ചുകൂടിയ ജനമെല്ലാം സ്വന്തം പ്രവർത്തകരാണെന്ന് തെറ്റിദ്ധരിച്ച് കയ്യടി പ്രതീക്ഷിച്ച എംപിക്ക് തെറ്റി. മുഖത്ത് നോക്കി ജനം എംപിയുടെ കള്ളങ്ങൾ ഓരോന്നും പൊളിച്ചടുക്കി. ഡൽഹിയിലെ മൊഹല്ല ക്ലിനിക്കിനെ കുറിച്ചുള്ള ബി.ജെ.പി. നേതാവിന്റെ വ്യാജവാദങ്ങളെല്ലാം ഉരുളക്കുപ്പേരി പോലെ ജനം പൊളിച്ചു കയ്യിൽ കൊടുത്തു. ലൈവായി ആൾക്കൂട്ടത്തിന് മുന്നിൽ നാണം കെട്ടായിരുന്നു നവനീത് ഒടുവിൽ വേദി വിട്ടിറങ്ങിയത്. ഡൽഹിയിൽ മൊഹല്ല ക്ലിനിക്കുകളെല്ലാം അടച്ചുപൂട്ടിയെന്നായിരുന്നു നവനീത് റാണയുടെ ഒരു വാദം. വാചകം പൂർത്തിയാക്കും മുന്നേ തന്നെ ആൾക്കൂട്ടത്തിൽ നിന്ന് പ്രതികരണവും വന്നു. ഇവിടെയെല്ലാം മൊഹല്ല പ്രവർത്തിക്കുന്നുണ്ടെന്നായിരുന്നു അത്. അതോടെ വാദം മാറ്റിപ്പിടിക്കാൻ നോക്കി നേതാവ്. ക്ലിനിക്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർമാരെല്ലാം എവിടെ? ഒരിടത്തും ഡോക്ടർമാരെ കാണാനില്ലല്ലോ എന്നായി നവനീത്. എന്നാൽ ആ വാദവും നാട്ടുകാർ പൊളിച്ചു. ഡോക്ടർമാർ മാത്രമല്ല, മരുന്നുമുണ്ടെന്ന് തിരിച്ചടിച്ചു ജനം. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നടപ്പാക്കിയ അഭിമാന പദ്ധതികളിൽ ഒന്നാണ് മൊഹല്ല ക്ലിനിക്ക്. സാധാരണക്കാർക്ക് അടിസ്ഥാന വൈദ്യ സേവനങ്ങൾ സൗജന്യമായി നൽകുന്ന കേന്ദ്രങ്ങളാണിവ. ഡൽഹിയിൽ ഇത്തരത്തിൽ 500ഓളം ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിനിക്കിൽ നിന്ന് 450ഓളം മെഡിക്കൽ ടെസ്റ്റുകൾ സൗജന്യമായി നടത്താനാകും. 100 മുതൽ 300 വരെ ഫീസ് വരുന്ന ടെസ്റ്റുകൾ സ്വകാര്യ ലാബുകളിൽ നിന്ന് നടത്തിയാൽ എ.പി. സർക്കാർ നിശ്ചിത തുക രോഗികൾക്ക് നൽകുകയും ചെയ്യും. ഡൽഹിയിൽ എ.പി.യുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും ജനപ്രീതി കൂട്ടിയ പദ്ധതിക്കെതിരെ ബി.ജെ.പി. നേരത്തെയും ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ഇവ ഏറ്റുപിടിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം നവനീത് റാണ ഡൽഹിയിലെ ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിച്ചത്. എന്നാൽ മുന്നിൽ തടിച്ചുകൂടിയ ആൾക്കൂട്ടം തന്നെ എം.പിയെ തത്സമയം തിരുത്തിയതോടെ പരിപാടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലുമായി. തെലുങ്ക് നടി കൂടിയായ നവനീത് കൗർ റാണ നിലവിൽ മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നിന്നുള്ള ബി.ജെ.പി. എംപിയാണ്. 2019 ശിവസേനയുടെ ആനന്ദ് റാവുവിനെ 36,951 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ചാണ് പാർലമെന്റിലെത്തിയത്. ഇത്തവണയും നവനീതിനെയാണ് ബി.ജെ.പി. മണ്ഡലത്തിൽ മത്സരിപ്പിച്ചത്. കോൺഗ്രസിന്റെ ബൽവന്ത് ബസ്വന്ത് വാങ്കഡെയാണ് പ്രധാന എതിരാളി. മുസ്ലിം വിദ്വേഷം വാക്കിലും നടപ്പിലും കൊണ്ടു നടക്കുന്ന നവനീത് റാണ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രകോപനപരമായ നടപടികളുമായി വിവാദവും സൃഷ്ടിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ നടന്ന ബി.ജെ.പി. റാലിയിൽ ഹിന്ദുരാഷ്ട്രം എന്നെഴുതിയ പ്ലക്കാർഡ് ഉയർത്തിയായിരുന്നു ഒരു പ്രകോപനം. മറ്റൊരു പരിപാടിയിൽ മുസ്ലിം പള്ളിക്ക് നേരെ പ്രതീകാത്മകമായി അമ്പെയ്തും വിവാദം സൃഷ്ടിച്ചു. ഹൈദരാബാദിൽ എ.ഐ.എം.ഐ.എം നേതാവ് അസദുദ്ദീൻ ഉവൈസിക്കെതിരെ മത്സരിച്ച മറ്റൊരു തെലുങ്ക് നടി മാധവി ലതയും സമാനമായ അംഗവിക്ഷേപങ്ങളുമായി വിവാദം സൃഷ്ടിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഉവൈസി സഹോദരങ്ങൾക്കെതിരെ വധഭീഷണി മുഴക്കിയും വാർത്തകളിൽ നിറഞ്ഞു. ഹൈദരാബാദിൽ പോലീസിനെ 15 സെക്കൻഡ് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഉവൈസിമാരെ തീർത്തു കളയുമെന്നായിരുന്നു ഭീഷണി. അസദുദ്ദീൻ ഉവൈസി, സഹോദരൻ അക്ബറുദ്ദീൻ ഉവൈസി എന്നിവരെ ലക്ഷ്യമിട്ടായിരുന്നു മാധവി ലതയുടെ പ്രചാരണ പരിപാടിയിലെ ഈ വിവാദ പ്രസംഗം. പരാമർശങ്ങളിൽ തെലങ്കാന പോലീസ് നടിക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു.